ഇത്രയുമൊക്കെ ആയിട്ടും കേരളത്തിലെ ജനം, പ്രത്യേകിച്ച് കേരളത്തിലെ അമ്മ പെങ്ങന്മാർ, രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്ര വലുതായി സ്നേഹിക്കുന്നത്, അവന് വേണ്ടി കരുതുന്നത്, ഞാൻ അവൻ്റെ കൂടെയാണ് എന്ന് വിളിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? ഏവർക്കും സ്വാഗതം. ഇന്നലെ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം നല്ല വിവരമുള്ള വ്യക്തിയാണ്, നന്നായി വായിക്കുന്ന സ്വഭാവമുണ്ട്, അന്വേഷിക്കുന്ന സ്വഭാവമുണ്ട്, ആശയങ്ങളോട് അദ്ദേഹത്തിന് പ്രതിപത്തിയുണ്ട്, യാഥാർത്ഥ്യങ്ങളോട് അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ട്. എന്നിട്ടും അല്പം അമ്പരപ്പോടുകൂടെ തലച്ചോറ് പുകയുന്ന അവസ്ഥയിൽ എന്ന് സൂചിപ്പിക്കുമാറ് എന്നോട് ചോദിച്ച ചോദ്യം എന്നെ ചിന്തിപ്പിച്ചത്, ജനിപ്പിച്ച ചില അറിവുകൾ നിങ്ങളുമായി പങ്കിടുന്നത് പ്രയോജനം ചെയ്യും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇപ്രകാരം വിഭാവന ചെയ്തത്. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. സാധാരണഗതിയിൽ ആളുകൾ കൂടുതൽ കൂടുതൽ വെറുക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതാ ഒരു യുവാവിനെ ആളുകൾ കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു വരുന്നു. ഇത് ഒരു വിരോധാഭാസമാണ്. ഇതിനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണ്? ഈ ഗുട്ടൻസ് എന്ന് പറഞ്ഞാൽ ഗുഡ് സെൻസ് എന്നതിൻ്റെ മലയാളമാണ് ഗുട്ടൻസ്. നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ ധാരണ. അപ്പം അതിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിൽ. മറ്റാരും നിങ്ങൾക്ക് വെളിപ്പെടുത്താത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്പം സഹകരിക്കണം. ഇനി ഈ ഉത്തരത്തിൻ്റെ ആമുഖം എന്നോണം ഞാനൊരു പഴയ സിനിമാ പാട്ട്, തൊണ്ട തീരെ വയ്യ എങ്കിലും അതിവിടെ വളരെ പ്രസക്തമായതുകൊണ്ട് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ദൈവമേ വീടേ, ദൈവമുറങ്ങും ദേവാലയമേ വീടേ, ദൈവമേ വീടേ. ഇനി ശ്രദ്ധിക്കണം. മർത്യനെന്ന മനോഹര നാമം മാംസദാഹത്തിൻ പര്യായമായി, ത്യാഗമെന്ന മനോഹര നാമം പ്രേമഭംഗത്തിൻ പര്യായമായി, ദൈവമേ വീടേ, ദൈവമുറങ്ങും ദേവാലയം എവിടെ, ദൈവമേ വീടേ. നിങ്ങൾ ചോദിക്കണം, തീർച്ചയായും ചോദിക്കണം, ഈ പാട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ പറഞ്ഞു തരാം. ആ ബന്ധത്തിൻ്റെ പേരാണ് ശബരിമല എന്നുള്ളത്. ഇത് എന്നോട് കോപിക്കരുത്, എൻ്റെ യുക്തി വെളിപ്പെടുത്തട്ടെ. രണ്ട് സംഭവങ്ങൾ ഒന്നുപോലെ പരസ്പരം മത്സരിച്ച് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഒന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള, അതപ്പുറത്ത്. ഇപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടം നടത്തിയെന്നാരോപിക്കുന്ന സ്ത്രീയുടെ സ്വർണ്ണക്കൊള്ള. അവിടെ അഭിമാനമാണല്ലോ, ചാരിത്ര്യമാണല്ലോ സ്ത്രീയുടെ സ്വർണം. അപ്പം അവിടെ അയ്യപ്പൻ്റെ പൊന്ന് പോയി, ഇവിടെ പെണ്ണിൻ്റെ പൊന്ന് പോയി. ഈ രണ്ട് പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത്. ഈ രണ്ടിനെയും ബന്ധിക്കുന്ന പാട്ടാണ് ഞാനൊന്ന് പാടാൻ ശ്രമിച്ചത്. പാടാൻ ഒത്തില്ല, പറയാൻ ശ്രമിച്ചത്. ഇത് രണ്ടിൻ്റെയും മധ്യത്തിൽ ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ വീടേ, ദൈവമുറങ്ങും ദേവാലയം എവിടെ. ഞാൻ വളരെ വളരെ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ യേശുദാസിനെ ഒരിക്കൽ മാത്രമേ അടുത്ത് കണ്ടിട്ടുള്ളൂ. അതെൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. മദ്രാസ് തൊട്ട്, അന്ന് മദ്രാസാണ്, ഇപ്പോൾ ചെന്നൈയാണ്, ഡൽഹി വരെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ കാലത്ത് അടുത്തടുത്ത സീറ്റിൽ നിന്ന് യാത്ര ചെയ്യാനും
ആ 2-2.25 മണിക്കൂർ അദ്ദേഹത്തോട് പല കാര്യങ്ങളും സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ പല അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾക്കാനുമുള്ള ഭാഗ്യം എനിക്ക് ഒത്തിരി നാൾ മുൻപാണ്. 70-കളിൽ 1976-ലോ 77-ലോ ആണ്. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് സഹിക്കാൻ കഴിഞ്ഞേനെ. അത് പോട്ടെ, നമുക്കൊണ്ട് വിഷയത്തിലേക്ക്. കേരളത്തിലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെച്ചേ സാധിക്കുകയുള്ളൂ. അത് കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ എന്നതാണ്. എന്താണ് കേരളത്തിൻ്റെ പൊതുവായ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാമോ? ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, സംശയിക്കേണ്ട, ഞാൻ പറയാൻ പോവുകയാണ്. ഇവിടെ പലരും പറയും കേരളത്തിൻ്റെ പ്രശ്നം ഇവിടെ ലൈംഗിക ദാരിദ്ര്യമാണ് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ പ്രശ്നം ഇവിടെ അനുരാഗ ദാരിദ്ര്യമാണ്. അനുരാഗം എന്ന വാക്യം മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ്. അനുരാഗം മലയാള ഭാഷയിലെ അതിമനോഹരമായ വാക്കുകളിൽ ഒന്നാണ് അനുരാഗം. പ്രേമം എന്ന് പറഞ്ഞാലൊന്നും എൻ്റെ അടുത്ത് വരത്തില്ല. അനുരാഗം എന്ന വാക്ക് അത് കേരളത്തിലില്ല. കേരളത്തിൽ എന്താണ് അറിഞ്ഞുകൂടാ. ആ കൊടും പട്ടിണിയിലാണ് കേരളം. ആ ദാരിദ്ര്യ കേരളത്തിൻ്റെ യുവതലമുറയിലെ ഏറ്റവും ആകർഷണീയനായ ഒരു പ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടം. ഇത് കേരളത്തിലെ ജനം, ഞാൻ ഈ പറയുന്ന വിധത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിലും നമ്മുടെ അമ്മ പെങ്ങന്മാർ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് അതിനകത്തെ രഹസ്യം. ഇനി നമുക്ക് എന്താണ് ഈ സ്നേഹം അല്ലെങ്കിൽ അനുരാഗം? ഇംഗ്ലീഷിൽ ലവ് എന്ന വാക്കാണ്. ലവ് അതിന് പലവിധമായ ന്യൂവാൻസസ് ഉണ്ട്, എന്ന പലവിധമായ ആശയ സൂക്ഷ്മതകളുണ്ട്. ആ സൂക്ഷ്മതലങ്ങളിലേക്ക് ഞാനിപ്പോൾ പോയാൽ സമയം അമ്പയെ കൈവിട്ടു പോകും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പേടിക്കണ്ട. എന്നാൽ ഈ സ്നേഹം അല്ലെങ്കിൽ അനുരാഗം എന്ന പദം കൊണ്ട് നാം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ അനുരാഗം എന്ന പദം സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹവും അനുരാഗവും വിശാലമായ അർത്ഥതലങ്ങളിൽ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്താണ് ഈ ഒരു ആശയം? എന്താണ് ഈ വലിയ അനുഭൂതി? എന്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം? അനുരാഗം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുമ്പോൾ അത് രണ്ട് വ്യക്തികൾ അവരുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണതയിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, പൂർണ്ണതയിൽ പരസ്പരമായി ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെയും ആ ബന്ധത്തിൽ കൂടെ അവർ വളരുന്നതിൻ്റെയും അവസ്ഥയുടെ പേരാണ് സ്നേഹം എന്നുള്ളത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പങ്കെടുക്കാത്ത ഒരു അവസ്ഥയും സ്നേഹത്തിൻ്റെയോ അനുരാഗത്തിൻ്റെയോ ആകത്തില്ല. ആ പൂർണ്ണതയെ വിട്ട് മനുഷ്യൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ ഒരു മനുഷ്യ വ്യക്തിത്വമല്ല, അവൻ ഒരു മാംസപിണ്ഡമാണ്. അതുകൊണ്ടാണ് കവി പറയുന്നത്, ത്യാഗമെന്ന മനോഹര നാമം മാംസദാഹത്തിന് പര്യായം. ഞാൻ തെറ്റിച്ചാണ് പാടിയത്. ത്യാഗമെന്ന മനോഹര നാമം മാംസദാഹത്തിന് പര്യായമായി എന്ന് പറയും. അതിൻ്റെ യുക്തി ഇതാണ്. ഇനിയും സ്നേഹം നമ്മൾ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃത്തി തേടുന്നു. കവികൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട കാര്യം, സ്നേഹമെന്ന് പറഞ്ഞാൽ ജീവനെ തിരിച്ചറിയുന്ന പ്രക്രിയയുടെ പേരാണ് സ്നേഹം. ഇൻ ലവ് ലൈഫ് സെൻസസ് ഇറ്റ് സെൽഫ് എന്ന് ഇംഗ്ലീഷിൽ ഞാൻ പറയാം. ഇൻ ലവ് ലൈഫ് സെൻസസ് ഇറ്റ് സെൽഫ്. ഇതൊക്കെ വളരെ വളരെ സൂക്ഷ്മ ആശയങ്ങളാണ്. വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ എനിക്ക് കഴിവില്ല എന്ന എൻ്റെ പരിമിതി എനിക്കറിയാം. എങ്കിലും തട്ടിയും മുട്ടിയും എഴഞ്ഞും വലിഞ്ഞുമാണെങ്കിലും ഇത് വളരെ അത്യാവശ്യമായ ആശയമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങൾ
ഇത് ദയവായി പരിഗണിക്കണം, ഇത് കൂടുതലായി അന്വേഷിക്കണം, മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നോ മെയിൻ സ്ട്രീം മീഡിയ മുഖ്യധാരയിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആശയങ്ങളിൽ നിന്ന് നിങ്ങൾ അപരിചിതരായി ഇപ്പോഴും കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പട്ടിണിയാണ്, കേരളത്തിൻ്റെ ശാപവും കൂടെയാണ്. അതിനൊരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ക്ലേശകരമായ ഒരു ശ്രമത്തിന് വേണ്ടി ഞാൻ മുതിരുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു, അതൊരു സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ. ഇപ്പോൾ മകൻ അമ്മയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അപ്പനെ സ്നേഹിക്കുന്നു, മകൾ അമ്മയെ സ്നേഹിക്കുന്നു, അപ്പനെ സ്നേഹിക്കുന്നു. വേണ്ട, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ കൂട്ടുകാരെ സ്നേഹിക്കുന്നു, ഞാനൊരു ആശയത്തെ സ്നേഹിക്കുന്നു, ഒരു പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു. എന്തുമായിക്കൊള്ളട്ടെ, സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർണ്ണത കൊണ്ട് ഞാൻ എന്തിനോട് ബന്ധം പുലർത്തുന്നു അതിന് മാത്രമേ സ്നേഹം എന്ന പദം ഉപയോഗിക്കാവൂ. ഭാഗികമായി ഞാൻ ബന്ധപ്പെടുത്തുന്നതിനോട് താല്പര്യമെന്നേ പറയാവൂ. എനിക്ക് എന്നോട് താല്പര്യമുണ്ട്, എനിക്ക് എൻ്റെ വ്യക്തിയിൽ താല്പര്യമുണ്ട്, എൻ്റെ അപ്പനോട് എനിക്ക് താല്പര്യമുണ്ട്. അതിന് സ്നേഹമെന്ന വാക്ക് ഉപയോഗിക്കരുത്, അനുരാഗം എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഈ അനുരാഗം എന്ന വാക്ക് കൂടുതലായും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഔന്നത്യത്തെയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. എങ്കിലും അത് മെറ്റഫോറിക്കായിട്ട് പറയുമ്പോൾ ഞാൻ ഈ സൂചിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരു വ്യക്തി ആയിരിക്കുന്ന ആ പരമോന്നതമായ അവസ്ഥയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ അനുരാഗം എന്ന വാക്ക് തന്നെ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വലിയ അടിസ്ഥാനപരമായ ആശയം, അങ്ങനെ ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ, അവൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് മറ്റൊരു വ്യക്തിയെ ആശ്ലേഷിച്ച് അർത്ഥവത്തായ വലിയ വിഭവസമ്പത്തുള്ളൊരു ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് അത് നൈസർഗികമല്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. അത് വളർത്തിയെടുക്കേണ്ടതാണ്, അത് നേടിയെടുക്കേണ്ടതാണ്. നമുക്ക് സ്വാഭാവികമായി ലഭിക്കുന്നത് സ്വാർത്ഥതയുടെ പ്രവണതകളാണ്. ഉദാത്തമായ എല്ലാ പ്രവണതകളും താല്പര്യങ്ങളും അഭിരുചികളും ആശയങ്ങളും ചിന്തകളുമെല്ലാം നാം മനഃപൂർവ്വം നമുക്കായി നേടിയെടുക്കേണ്ടതാണ്. സാമാന്യ ജീവിതം നിലനിർത്താനുള്ള കഴിവുകളെ പ്രകൃതി നമുക്ക് നൽകി ഭൂമിയിലാക്കുന്നുള്ളൂ. ഉദാത്തമായതെല്ലാം നാം നേടിയെടുക്കേണ്ട. ഉദാഹരണമായി, മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നത് പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്നതല്ല, അത് നാം പഠിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗമമായ ശ്രേണിയിലാണ് യേശു പറഞ്ഞതുപോലെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന ആശയം. അതൊരിക്കലും നൈസർഗികമായി സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്നതല്ല. ഇപ്പം ചിന്താശക്തി, ആശയങ്ങളുമായുള്ള സ്നേഹം പുലർത്താനുള്ള മനുഷ്യൻ്റെ കഴിവ് പ്രകൃതി നൽകുന്നതല്ല, നാം തന്നെ നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്ന വിധത്തിലുള്ള, സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള സ്നേഹം, അതായത് ഒരു വ്യക്തി അവൻ്റെ എല്ലാ സാധ്യതയുടെയും ആകത്തുകയുടെ പൂർണ്ണതയിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധം പുലർത്തി ആ ബന്ധത്തിൽ കൂടെ വലിയ സാധ്യതകൾ, അവിടെ രണ്ടുപേരുടെയും വ്യക്തിത്വത്തെ ബാധിക്കുന്ന വലിയ സാധ്യതകൾ നിരന്തരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായിത്തീരണമെങ്കിൽ ആ അവസ്ഥയുടെ പേരാണ് സ്നേഹമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരത്തിലും അവസ്ഥയിലും, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിലും ഈ ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും, അല്ലെ ഓടിച്ചിട്ട് തല്ലും, മടല് വെട്ടി അടിക്കും. ഇവിടെ അവശേഷിക്കുന്നത് മാംസദാഹം മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിൽ പൊതുവെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ പട്ടിണി, കൊടും പട്ടിണിയുണ്ട്, ഒരു വലിയ ക്ഷാമമുണ്ട്. എന്താണ്? സ്നേഹത്തിൻ്റെ ക്ഷാമം. ലൈംഗിക ക്ഷാമമല്ല, അതൊരു ഇഷ്ടം പോലുണ്ട്. അതാണല്ലോ ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചുള്ള 3 കേസിലും സ്ത്രീകൾ അവനെ അന്വേഷിച്ചു വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇതുവരെ ഇടയായിട്ടുള്ളത്. ഈ മറിച്ച് വെളിപ്പെട്ടു വന്നാൽ നാം അത് സ്വീകരിക്കും. ഇതുവരെ ലഭിച്ചിട്ടുള്ള അറിവുകൾ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അത് സ്നേഹം അന്വേഷിച്ച് വരുന്നതല്ല. എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള അടിസ്ഥാന ബുദ്ധി നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് വിവാഹത്തിലൊക്കെ പ്രവേശിച്ച ശേഷം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്, തിരുവിലായ മുറിയെടുക്കുന്നു, അല്ലെ കൊട്ടാരിക്കല് എരുത്തിൽ പണിയുന്നു എന്നുള്ള ഈ ഒരു പ്രവർത്തനം, അത് സ്നേഹത്തെ അന്വേഷിച്ചല്ല എന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ഇത് കേരളത്തിലെ ജനം അറിയാതെ അറിയുന്നുണ്ട്. കാരണം അവരെല്ലാവരും
അവരെല്ലാവരും ഞാൻ ഈ പറയുന്ന വലിയ ക്ഷാമം, കൊടും പട്ടിണി അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരറിയാതെ തന്നെ, നിങ്ങളിപ്പോൾ അവരെ 10 പേരെ വിളിച്ച് അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇത്ര അചഞ്ചലമായ അഗാധമായ സ്നേഹം ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല എന്ന് മാത്രമേ പറയത്തുള്ളൂ. ആ അറിയാത്ത കാര്യം ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഈ സാഹസികത കാണിക്കുന്നത്. അപ്പോൾ ഈ ലഭിക്കാത്ത കാര്യം, ഇവിടെ ഈ സംസ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ ക്ഷാമം, ഉദാഹരണമായിട്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം മദ്യം ഉപയോഗിക്കപ്പെടുന്നത്? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയേക്കാൾ മദ്യത്തിനാണ് ഇപ്പോൾ വില. അവന് എന്തെങ്കിലും ആശ്വാസം കിട്ടണമെങ്കിൽ കുപ്പി തുറക്കണം എന്ന അവസ്ഥയിലാണ്. അതേസമയത്ത് അപ്പുറത്തെ സ്ത്രീ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയുമാണ്. അവളുടെ കുപ്പി ഇങ്ങനെയുള്ള മാങ്കൂട്ടത്തെ പോലെയുള്ള പുരുഷനാണ്. ആ കുപ്പി തുറക്കാനായിട്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ മുറി കിട്ടുമോ? ഇത് കേരളത്തിൻ്റെ അവസ്ഥയാണ്. ഈ യാഥാർത്ഥ്യം ആരും നിങ്ങളോട് പറയില്ല. പറയാൻ നാണക്കേടാണ്, പറയാൻ പ്രയാസമാണ്, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ പൊതുവായ ജീവിത അവസ്ഥ, ഇനി മതത്തിൻ്റെ ഭാഷ, ആത്മീയതയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ജീവനിൽ നിന്ന് വഴിതെറ്റി മരണത്തിലേക്ക് മുഖം തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മരണം. മോശ യഹൂദ ജനത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. ആവർത്തന പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിൽ എന്താണ്? ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ ജീവന്റെയും മരണത്തിൻ്റെയും വഴി ഇതാ വയ്ക്കുന്നു. നിങ്ങൾ ജീവന്റെ വഴി തിരഞ്ഞെടുക്കുകയും ചൂസ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്? മനുഷ്യൻ സ്വാഭാവികമായി തിരഞ്ഞെടുക്കുന്ന മരണത്തിൻ്റെ വഴിയായിരിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായി മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് സ്നേഹത്തിൻ്റെ മാർഗമായിരിക്കില്ല, മാംസദാഹത്തിൻ്റെ മാർഗമായിരിക്കും എന്നത് ഒരു അടിസ്ഥാന യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അനുദിനം അവതരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. എങ്കിലും അത് സംബന്ധമായ ആശയപരമായ ഒരു അന്വേഷണം എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നോക്കുമ്പോൾ അദ്ദേഹം വിവാഹിതരാകാതെ ഇങ്ങനെ നിൽക്കുന്നതിന് 2 കാരണങ്ങളുണ്ടായിരിക്കാം. ഒന്ന്, രാഷ്ട്രീയമായി എപ്പോഴും വളരെയധികം അധ്വാനിച്ചും ക്ലേശിച്ചും പല സമരങ്ങളിൽ പങ്കെടുത്തും ഇങ്ങനെ കഴിയുന്നൊരു വ്യക്തിക്ക് കുടുംബജീവിതം ഒരു തടസ്സമായി അല്ലെങ്കിൽ അസൗകര്യമായി ആണ് എന്ന് തോന്നാൻ സാധ്യത. എന്നാൽ അതേസമയം തന്നെ അദ്ദേഹം ഒരു പച്ച മനുഷ്യനായതുകൊണ്ട് ഇപ്രകാരമുള്ള ആവശ്യങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ വിവാഹം കഴിക്കാതിരിക്കാൻ മറ്റൊരു കാര്യം, അതായത് വിവാഹം എന്ന് പറയുന്ന അവസ്ഥയെ പറ്റിയുള്ള ഒരു പ്രത്യാശാരാഹിത്യം, സിനിസിസം. ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. സ്നേഹം അന്വേഷിച്ചാണല്ലോ ആളുകൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഈ നാട്ടിൽ കിട്ടില്ല, അത് ഈ കാലത്ത് ദുർലഭമാണ്. അതുകൊണ്ട് ആ ഒരു പരീക്ഷണത്തിന് പോകണ്ട. ഇങ്ങനെയുള്ള ദൈനംദിന ക്രമീകരണത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റി മുന്നോട്ട് പോകാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതിൽ യുക്തിയുണ്ട്. ഇങ്ങനെയുള്ള പരിഗണനകൾ ആരും പ്രത്യേകിച്ച് വിളിച്ചു പറയുന്നില്ല എങ്കിലും കേരളത്തിലെ അമ്മപെങ്ങന്മാർ പ്രത്യേകിച്ച്, പിന്നെ അല്ലാത്തവരും പുരുഷന്മാരിൽ പലരും അവരറിയാതെ അറിയുന്നുണ്ട്. ഇപ്പോൾ ബൗദ്ധികമായി ഇൻ്റലക്ച്വലായി അവരോട് ചോദിച്ചാൽ അവരിങ്ങനെ പറയില്ല. പക്ഷേ അവർക്കൊരു ഇൻറ്റ്യൂട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് അവരുടെ മജ്ജയിലും മാംസത്തിലും കൂടെ അവർ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ കണികയിൽ നിന്നും അവർ മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം. എന്താണ്? കേരളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ജലം വറ്റിപ്പോയിട്ട്, സ്നേഹത്തിൻ്റെ എന്താണ് പറയുന്നത്, മണിമലയാറ് സ്നേഹത്തിൻ്റെ ജലം വറ്റിപ്പോയിട്ട് നാളേറെയായി. ഇത് വലിയ വരൾച്ചയുടെ ഭൂമിയാണ്. കേരളം സ്നേഹത്തിൻ്റെ മരുഭൂമിയാണ്. ഇവിടെ മരുപ്പച്ച പോലുമില്ല. പിന്നെ ആകെ അവശേഷിക്കുന്നത് കവി പറഞ്ഞതുപോലെ മർത്യനെന്ന മനോഹര നാമം
മാംസദാഹത്തിൻ പര്യായമായി ത്യാഗമെന്ന മനോഹരനാമം പ്രേമഭംഗത്തിൻ പര്യായമായി എന്ന അവസ്ഥയാണ്. ഇത് ഈ കേരളത്തിൻ്റെ അവസ്ഥയെ കവി നമുക്കൊക്കെ എത്രയോ മുമ്പേ തിരിച്ചറിഞ്ഞു എന്നത് വാസ്തവത്തിൽ അത്ഭുതത്തോടു കൂടെ മാത്രമാണ് ഞാൻ ഇപ്പോൾ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, കേരളത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് തല്ലിയിട്ടോ, അദ്ദേഹത്തിൻ്റെ മോന്തയ്ക്ക് ചീഞ്ഞ മുട്ട എറിഞ്ഞിട്ടോ, അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ പോലീസുകാരെ വിട്ട് വിരട്ടുകയും കൊരട്ടുകയും ചെയ്തിട്ടോ അദ്ദേഹത്തിനെതിരെ 1000 കുതന്ത്രങ്ങൾ പടഞ്ഞിട്ടോ ഒന്നും നേടാൻ പോകുന്നില്ല. നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നാം. പട്ടിണിക്കാരാണ് നമ്മൾ. അനുരാഗത്തിൻ്റെ തെണ്ടികളാണ്, വെറും തെണ്ടികളാണ് എന്ന പച്ച യാഥാർത്ഥ്യം ഏവരും മനസ്സിലാക്കണം എന്ന ഒരു ആഹ്വാനം ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നാം ഇനിയും കാണേണ്ടത് എന്നൊരു വലിയ അഭിപ്രായം ഈ കിഴവനുണ്ട്. അത് മാത്രം സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കട്ടെ. നിങ്ങൾക്കിതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ദയവായി സത്യസന്ധമായി ഒന്ന് ഈ കമൻറ്റ് ബോക്സിൽ കാണിക്കുക. പലരും ഈ കാലത്ത് പേടിച്ചാണ് നിൽക്കുന്നത്. അയ്യോ, ഞാനൊരു വാക്ക് എഴുതി അവരോടും കണ്ടാലോ. എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾക്കൊരു ജന്മമല്ലേ ഉള്ളൂ. ചാകുന്നതിന് മുൻപ് നട്ടൽ നുകർന്നു നിന്ന് 2 വാക്ക് പറഞ്ഞിട്ട് ചത്തുകൂടെ? എന്തിനാണ് പേടി? ആരെയാണ് പേടിക്കുന്നത്? നിങ്ങൾ ആരുടെ അടിമയാണ്? എനിക്ക് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. പലർക്കും എൻ്റെ അടുത്ത് വരാൻ തന്നെ പേടിയാണ്. കാരണം വല്ലതും കണ്ടാലോ. നിങ്ങൾ ആരുടെ അടിമയാളാണ്? സങ്കടമാണ് വാസ്തവത്തിൽ. അയ്യോ, നമ്മുടെ അവസ്ഥ ഇതായിപ്പോയല്ലോ. ഇതെല്ലാം ഒരേ പ്രതിഭാസത്തിൻ്റെ വിവിധമായ മുഖങ്ങളാണ്. മനുഷ്യരുടെ മധ്യത്തിൽ നിന്ന് സ്നേഹം അറ്റുപോയാൽ പിന്നെ അവശേഷിക്കുന്നത് ഈ ശവക്കോട്ടയായിരിക്കും. അതിലെ ഉണങ്ങിയ എല്ലും കഷ്ണങ്ങളാണ് നാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകർ നൽകുന്ന ദർശനമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകനെ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഉണങ്ങിയ അസ്ഥികളുടെ കൂമ്പാരം അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം കേരളത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണെന്നറിയാമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? മനുഷ്യപുത്ര, ഈ അസ്ഥികൾ വീണ്ടും, ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ? കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചരിത്രം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യപുത്ര, ഈ ഉണങ്ങിയ അസ്ഥികൾ വീണ്ടും ജീവിക്കുമോ?